ഇനി ഒരു നിമിഷം മോനെ കൊണ്ട് ഞാനിവിടെ നിൽക്കില്ല. രോഹിത് വരുന്ന എന്റെ ഒപ്പം. അമ്മേ, ഞാൻ രക്ഷിച്ചതാ. അവൻ ബക്കറ്റിൽ വീണതാ. ഞാൻ ഒന്നും ചെയ്യില്ല. ചേച്ചി അമ്മയോട് പറയേട്ടാ. നിങ്ങൾ എന്തിനാ ഇപ്പോഴേ വഴിയിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്നത്? അവർ വരുമെന്ന് പറഞ്ഞതല്ലേ, വരാതിരിക്കില്ല. അവൾ കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങിയിട്ട് വർഷമൊന്ന് കഴിഞ്ഞില്ലേ? പേരക്കുട്ടിയെ ഒന്ന് കാണാനും ഒന്ന് ലാളിക്കാനും കൊതിയില്ലാത്ത ഏത് മുത്തച്ഛനായി നാട്ടിലുള്ളത്? അവൾ വലിയ വാശിക്കാരിയാണ്. മോനെ പോലെയല്ല. അവളുടെ വാശി കൊണ്ടല്ലേ മോനും ഇതുവരെ വരാതിരുന്നത്. എന്തായാലും സിദ്ധാർത്ഥന്റെ വരവ് കൊണ്ട് എല്ലാം കലങ്ങിത്തെളിയാൻ നിമിത്തമായല്ലോ. രാഹുൽ എത്രയോ തവണ ആണയിട്ടതാ. അവൻ കുഞ്ഞിനെ രക്ഷിച്ചതാ, അല്ലാതെ ബക്കറ്റിലെ വെള്ളത്തിലിട്ടതല്ലെന്ന്. അവന്റെ വാക്കിന് ആര് വില കൽപ്പിക്കാൻ? മന്ദബുദ്ധി എന്നല്ലേ എല്ലാവരും വിളിച്ചത്. അഭയത്തിൽ പോകാൻ തുടങ്ങിയതിനു ശേഷമാണ് ഭിന്നശേഷിയെന്നും കഴിവുള്ളവനാണെന്നും കുടുംബക്കാരും നാട്ടുകാരും തിരിച്ചറിയാൻ തുടങ്ങിയത്. സിദ്ധാർത്ഥ് മറ്റെന്തോ തിരയാനത്രേ ആ പഴയ CCTV പരിശോധിച്ചത്. അപ്പോഴാ രോഹിത്തിന്റെ മകൻ മുട്ടിലിഴഞ്ഞു പോയി ബക്കറ്റ് പിടിച്ചെഴുന്നേൽക്കുന്നതും കമിഴ്ന്ന് വെള്ളത്തിലേക്ക് വീഴുന്ന ദൃശ്യവും കണ്ടത്. ദൂരെ നിന്ന് രാഹുൽ ഓടി വന്ന കുട്ടിയെ എടുത്തു പൊക്കിയത് കൊണ്ട് മാത്രം അവന്റെ ജീവൻ ബാക്കിയായി. എന്നിട്ടും എല്ലാവരും രാഹുലിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലേ നമുക്ക് രണ്ടുപേർക്കും പറ്റിയുള്ളൂ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയെന്ന് പറയുന്നത് വെറുതെയല്ല. അതുകൊണ്ടല്ലേ വൈകിയാണെങ്കിലും CCTV ദൃശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാഷേ, ഞാനിത് വിളിച്ചു പറഞ്ഞിട്ടും സാറ് വിശ്വസിച്ചില്ല. നിങ്ങൾ അവനെ ന്യായീകരിക്കാൻ പുതിയ കഥ മെനയുകയെന്നാ അവൾ പറഞ്ഞത്. ഒടുവിൽ സിദ്ധാർത്ഥ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ CCTV ഫൂട്ടേജ് അവൾക്ക് അയച്ചു കൊടുത്തപ്പോഴാ അവൾക്ക് പൂർണ്ണ ബോധ്യം വന്നത്. എന്ത് ബോധ്യം? ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും എന്റെ മോനെ രാഹുലിനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പറ്റിയ തെറ്റ് ഏറ്റു പറയാനോ അവൾ തയ്യാറായോ? എന്തെല്ലാം കുറ്റപ്പെടുത്തലുകളാണ് അവന് നേരെ അവൾ ചൊരിഞ്ഞത്. മനഃപൂർവ്വം ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കിയെന്നും ഇനിയും ഇവിടെ നിന്നാൽ മകനെ ജീവനോടെ കിട്ടില്ലെന്നും പറഞ്ഞ അവൾ ഈ പടി ഇറങ്ങിപ്പോയത്. അവളെ മാത്രം എന്തിനു കുറ്റം പറയുന്നു? അവള് പറയുന്നതും കേട്ട് നമ്മുടെ മകനെയും കുറ്റപ്പെടുത്തി ഭാര്യയെയും കുട്ടിയെയും കൂട്ടി ഈ വീട് വിട്ടിറങ്ങിപ്പോയ രോഹിത്തിന് കുഞ്ഞുനാൾ തൊട്ടേ രാഹുലിനെ അറിയാവുന്നതല്ലേ. എന്നിട്ടും മരുമകൻ സിദ്ധാർത്ഥിനെ കൊണ്ട് മറ്റു ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും എന്റെ മോൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അവൻ CCTV പരിശോധിച്ചത് കൊണ്ട് കഴിഞ്ഞില്ലേ? കളവ് ശല്യം സഹിക്കാൻ വയ്യാണ്ടായപ്പോഴാ പുരയ്ക്ക് ചുറ്റും ക്യാമറ വെച്ചത്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു കാര്യമുണ്ടായല്ലോ. ഓണവും ഓണസദ്യയുമെല്ലാം പാർസലായി. കഴുത്തിന്റെ വേദന കലശലായില്ലെങ്കിൽ സദ്യ ഞാൻ തന്നെ ഒരുക്കിയനെ. എത്ര സദ്യ ഒരുക്കിയതാ. നല്ലൊരു ദിവസമായിട്ട് ഉഷേനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അവൾക്കും വീട്ടിലൊരു സദ്യ ഒരുക്കാനും ഓണമുണ്ണാനും ആഗ്രഹം കാണില്ലേ? പാവം, എത്ര കാലമായി അവളെ ആ ഭാസ്കരൻ കിടപ്പിലായിട്ട്. അഭയത്തിലെ പാലിയേറ്റീവുകാർക്ക് കൂടുന്ന ദിവസം മാത്രമത്രേ കുളി. അവർ കട്ടലോടുകൂടി എടുത്ത് കിണറ്റിൻകര എത്തിച്ച് വെള്ളം കോരി ഒഴിക്കുമ്പോൾ കിട്ടുന്ന സുഖത്തെക്കുറിച്ച് ഭാസ്കരൻ ഇടയ്ക്കിടെ പറയാറുണ്ട്. ഗോവിന്ദൻ മാഷെ വീട്ടിൽ കൊട്ടത്തേങ്ങ പൊളിക്കാൻ പോയതല്ലേ. പഴയ അട്ടമാണെന്ന കാര്യം നോക്കിയില്ല. അട്ടം പൊട്ടി താഴെ വീണൽ പിന്നെ ഭാസ്കരൻ എണീറ്റിട്ടേയില്ല. അരക്കു താഴെ തളർന്നു പോയില്ലേ. അതിപ്പോ ഏതാണ്ട് 2 വർഷം കഴിഞ്ഞില്ലേ. ഉഷയ്ക്കും കുട്ടികൾക്കും ഭാസ്കരനുമുള്ള ഓണക്കോടികൾ നീ കൊടുത്തില്ലായിരുന്നോ? ഓ, അതും വാങ്ങി ആ പാവം ഒരുപാട് കരഞ്ഞു. ആരിൽ നിന്നും ഒരു സൗജന്യവും വാങ്ങുന്നത് ഭാസ്കരൻ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നത്രേ. കിടപ്പിലായി പോയില്ലേ. രാഹുൽ പിറന്നപ്പോ എന്നെ ആശ്വസിപ്പിക്കാനും കാലക്രമേണ അവൻ ശരിയാകുമെന്ന് വിശ്വസിക്കാനും
ധൈര്യം പകർന്ന് കൂടെ നിന്നത് ഭാസ്കരൻ മാത്രമാണ്. വൈകല്യമുള്ള കുട്ടിയെ വളർത്തണോ എന്ന് ചോദിച്ച ബന്ധുക്കളും സുഹൃത്തുക്കളുമുണ്ട്. അവന്റെ വൈകല്യത്തെ അവൻ അതിജീവിച്ചോളുമെന്ന് മറുപടി പറയുമ്പോഴും മനസ്സിൽ തീയായിരുന്നു. അവൻ എന്താകുമെന്ന് ആദി. എന്നാൽ അഭയം വന്നതോടെ എല്ലാം മാറി. അവന്റെ മാറ്റങ്ങൾ അത്ഭുതാവഹമായിരുന്നു. ആ MC-യോടും കൈരളി ടീച്ചറോടും മറ്റു ടീച്ചർമാരോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അതിന്റെ നടത്തിപ്പിന് അവർ പണമില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന് കഴിഞ്ഞ മീറ്റിംഗിലും സെക്രട്ടറി പറയുന്നത് കേട്ടു. രോഹിത് വരട്ടെ, അവനോട് കാര്യമായി എന്തെങ്കിലും സഹായിക്കാൻ പറയണം. അതൊക്കെ ഓരോരുത്തർക്കും ഉള്ളിൽ നിന്നും തോന്നേണ്ടതാണ്. നമുക്ക് രണ്ടാൾക്കും പെൻഷൻ ഉണ്ടല്ലോ. ഒരാളുടെ പെൻഷൻ തന്നെ ഇനി നമുക്ക് ജീവിക്കാൻ ധാരാളമാണ്. ഒരു പെൻഷൻ നമുക്ക് എല്ലാ മാസവും അഭയത്തിന് കൊടുക്കാം. രാഹുലിനെ രാഹുലാക്കി മാറ്റിയതല്ല. അങ്ങനെ 100 കണക്കിന് കുട്ടികൾക്ക് സഹായം ലഭിക്കേണ്ട സ്ഥാപനമാണ്. സാമ്പത്തിക പ്രയാസം മൂലം സ്ഥാപനം നിന്നു പോകരുത്. കണ്ടോ മാഷേ, അവന് വാച്ചും ക്ലോക്കും വേണ്ട. മണി 1 അവൻ ചോറിന് പറയും. അതും അഭയത്തിൽ നിന്നുള്ള ശീല. കൊച്ചു വർത്താനങ്ങൾക്കിടെ നേരം പോയത് അറിഞ്ഞില്ല. 1 മണിയായിട്ടും അവൾ വന്നില്ലല്ലോ. നീ ആ ഫോണിങ് എടുത്ത് ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കണ്ടാന്ന്, അവൻ ഡ്രൈവ് ചെയ്യുകയായിരിക്കും. അന്നേരം വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. മകനിതുവരെ പൂക്കളം കണ്ടില്ലെന്ന് അവൻ ഇന്നലെ പറഞ്ഞത് കൊണ്ടാ രാവിലെ തന്നെ പൂവരുത്തി ഭാസ്കരന്റെ കുട്ടികളെ കൊണ്ട് നല്ല പൂക്കളം തീർത്തത്. നല്ല കഴിവുള്ള മക്കളാ. എത്ര വൃത്തിയുള്ള ഭംഗിയുള്ള പൂക്കളമാ അവർ തീർത്തത്. ഓ, പൂക്കളത്തിന് രാവിലത്തെ ഭംഗിയൊന്നുമില്ല. എല്ലാം വെയിലേറ്റ് വാടി തുടങ്ങി. അതങ്ങനെയാ. നേരം ചെല്ലുന്തോറും എല്ലാറ്റിന്റെയും ഭംഗി കുറയും. നീ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയേ. വരണ്ട് ചുളിവ് വീണ് എന്റെ മുഖവും ഭംഗിയില്ലാതായി മാറിയിട്ടില്ലേ? ഒന്ന് പോ മാഷേ, നമ്മുടെ ഭംഗിയൊക്കെ അന്നും ഇന്നും ഒരുപോലെയുണ്ട്. എനിക്കങ്ങനെ ചിന്തിക്കാനാ ഇഷ്ടം. അവരിലെത്തിയാൽ നമുക്ക് ഒന്നിച്ച് സദ്യ ഉണ്ടാകും. സാറയുടെ വീട്ടിൽ സദ്യയോ പൂക്കളമോ ഒന്നും ഉണ്ടാകില്ലല്ലോ. മോനിതൊക്കെ കാണുമ്പോൾ ഒരു അതിശയമായിരിക്കും. അവർക്ക് എന്നും മാംസം കൂട്ടിയുള്ള ഭക്ഷണമല്ലേ ശീലം. എന്റെ മോനെ അത് പഠിപ്പിച്ചു കാണും. ഇല്ല മോനെ, മോനൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ അവർ ഓണത്തിന് വരാമെന്ന് സമ്മതിച്ചത്. രാഹുൽ, അച്ഛന്റെ ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ? ഇങ്ങടുത്ത് വാ. ഓ, വീഡിയോ കോളാ? ഇങ്ങത്താ. ഹലോ മോനെ. അച്ഛാ, ക്ഷമിക്കണം. ഞങ്ങൾ ഇറങ്ങാൻ പുറത്തുമ്പോൾ സാറയുടെ അച്ഛനും അമ്മയും അനുസരിച്ച് കൂടി വന്നു. അവർക്ക് എപ്പോഴെങ്കിലും അല്ലേ നമ്മുടെ ഓണസദ്യ ഉണ്ടാനാകും. ഞങ്ങൾ ക്രിസ്തുമസിന് പോയതിനു ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ലായിരുന്നു. അവർ പെട്ടെന്ന് വന്നതുകൊണ്ട് ഹോട്ടലിൽ നിന്നും സദ്യ ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചു. അവിടെയും അത് തന്നെ ആയിരിക്കുമല്ലോ. ഒരു റെഡിമെയ്ഡ് പൂക്കളവും വരുത്തി ഇത്തവണത്തെ ഓണം ഒപ്പിച്ചു. നിനക്കിപ്പം അവരൊക്കെ തന്നെ ധാരാളം. സാരമില്ല, എനിക്കിവിടെ ഓണസദ്യക്ക് കാത്തിരിക്കുന്ന രാഹുലുണ്ട്. അച്ഛാ, ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. നമുക്ക് രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. രാഹുലിന്റെ എന്ത് കാര്യത്തിൽ? അച്ഛനും അമ്മയ്ക്കും പ്രായം കൂടി വരികയല്ലേ. നിങ്ങൾക്ക് ഇനി അവന്റെ കാര്യം നോക്കാനാവുമോ? അവനെ നമുക്ക് അഭയത്തിൽ ഏൽപ്പിക്കാം. അവരാവുമ്പോൾ നമ്മളെക്കാൾ നല്ലവണ്ണം നോക്കും. ഞാൻ ഇവിടെ നല്ല ഒരു ഫ്ലാറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീട് സ്ഥലവും വിറ്റ് കിട്ടുന്ന പണത്തിൽ കുറച്ച് അഭയത്തിന് കൊടുക്കാം. രാഹുലിനെ നോക്കാൻ ബാക്കി പണം കൊണ്ട് ഫ്ലാറ്റ് വാങ്ങിയാൽ അച്ഛനും അമ്മയ്ക്കും ഇനിയുള്ള കാലം ഞങ്ങളോടൊപ്പം സുഖമായി ഇവിടെ കഴിയാം. നല്ലൊരു ദിവസമായിട്ട് അവന്റെ ഒരു ഉപദേശം. എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? അവന് സാറയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടത്രേ, അതുകൊണ്ട് വരാൻ പറ്റില്ല. അതിനാണോ? സാരമില്ല, നമുക്ക് 3 പേർക്കും ഊണ് കഴിക്കാം. രാവിലെ കുറെ നേരമായി വിശക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. നല്ലൊരു ദിവസമായിട്ട് മോനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് ശരിയാണോ? വരുന്നതും പോകുന്നതുമൊക്കെ
അവരുടെ സൗകര്യം. അവന്റെ അതിബുദ്ധി കണ്ടപ്പോഴാ ദേഷ്യം പിടിച്ചത്. അതെന്താ? രാഹുലിനെ അഭയത്തിലാക്കാൻ നമുക്ക് വയസ്സ് കൂടി വരികയല്ലേ എന്ന് അവൻ അങ്ങനെ പറഞ്ഞു. അതുമാത്രമല്ല, ഈ വീടും പുരയിടവും വിറ്റ് അവന്റെ പേരിൽ വാങ്ങുന്ന ഫ്ലാറ്റിൽ പോയി താമസിച്ചു കൊള്ളാൻ. മാഷേ, അവൻ അങ്ങനെ പറഞ്ഞു? പഠിക്കുന്ന കാലത്ത് ഞാൻ ഇവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശ്രദ്ധ മുഴുവനും അവനിലായിരുന്നു. എല്ലാവരോടും അവന്റെ നേട്ടങ്ങളും വിശേഷങ്ങളും മാത്രം പറയാനായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ അധ്യാപക ദമ്പതികളായിട്ടും അവന് തിരിച്ചറിവ് പകർന്നു നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ? ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ? എല്ലാവരും ചേർന്ന് സദ്യയുണ്ണും നേരം അച്ഛനെ കൂടി പിടിച്ചിടുമോ? വീടിന്റെ മുറ്റത്ത് പേരമക്കൾ ഇടുന്നു പൂക്കളം കാണുവാൻ മോഹമുണ്ട് അച്ഛന്. പൂക്കളം കാണുവാൻ മോഹമുണ്ട്. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ? ഒന്നുമുണ്ടാക്കില്ല ഇപ്പോഴെല്ലാവരും സദ്യ വരുത്തുകയല്ലേ? എന്നാലും വേണ്ടില്ല മക്കളോടൊപ്പം എന്ത് കഴിച്ചാൽ അമൃതല്ലേ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും പുരയിടവുമാണ്. അതിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും അവന് കൊടുക്കില്ല. നന്ദി കെട്ടവൻ. എന്തിനാ അച്ഛാ ഏട്ടനെ ചീത്ത വിളിക്കുന്നെ? ഏട്ടന് പണിയില്ലേ? അതല്ലേ വരാത്തത്? അച്ഛന് ഞാനില്ലേ? അച്ഛാ വാ, നമുക്ക് ചോറ് കഴിക്കാം. എല്ലാറ്റിലും A+ നേടിയ മൂത്തവനേക്കാൾ വിവേകബുദ്ധി ഇവനാണല്ലോ ഭഗവാനെ. ശേഷിയിൽ ഭിന്നരായവരെ തിരിച്ചറിയാൻ എല്ലാവരും വൈകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാഷേ, നമുക്കൊരു സങ്കടവും ഇല്ല. ഓൻ കെട്ടിയോളം കെട്ടിപ്പിടിച്ച് അവിടെ കഴിയട്ടെ. കൊക്കയിൽ ജീവനുള്ളിടത്തോളം കാലം ഇതാർക്കും വിളിക്കില്ല. നമുക്ക് ഇവൻ മതി. നമുക്ക് കൂട്ടിന് അഭയവും ഇവനെ ചേർത്ത് പിടിച്ച് നമുക്കെന്നും ഓണമാക്കാം.
കനിവിൻ്റെ ആനന്ദ വർഷം കുളിക്കാം ചേർന്ന് പാടാം കനിവിൻ്റെ ആനന്ദ വർഷം കുളിക്കാം നമ്മളെന്നാണ് നാം പാടുന്ന പാട്ടിൻ്റെ പല്ലവി നമ്മളെന്നാണ് നാം പാടുന്ന പാട്ടിൻ്റെ പല്ലവി അഭയം കാരുണ്യത്തിൻ്റെ അഭയത്തോടൊപ്പം നമ്മുടെ ഹൃദയം. ഓണത്തിനെങ്കിലും നാടകരചനാ സംവിധാനം മാടഞ്ചേരി സത്യനാഥൻ.